എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സീയിങ് ടീച്ചറായിട്ട് ബന്ധപ്പെട്ട് ഒരു 25 ക്വസ്റ്റ്യൻസാണ് നിങ്ങളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എയ്റ്റ് ഹെഡ് തിയറി എന്ന സിദ്ധാന്തം കണ്ടെത്തിയത് ആര്? വെമ്പൽ. അടിസ്ഥാന തയ്യൽ ഏതാണ്? ചെയിൻ സ്റ്റിച്ച്. പ്രൈമറി വർണ്ണങ്ങൾ ചുവപ്പ്, മഞ്ഞ, നീല. നിറ്റിംഗ് തുണികളിൽ നീളത്തിൽ കാണുന്ന ലൂപ്പുകളെ പറയുന്നത് വെയിലുകൾ. കുറുകെ കാണുന്ന ലൂപ്പുകളെ പറയുന്നത് കോഡ്സുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്കിംഗ് സ്റ്റിച്ചുകൾ നൽകുവാൻ ഏതു തരം തുണികൾ ഉപയോഗിക്കുന്നു? മാറ്റി ക്ലോത്ത്. തുണി നിർമ്മാണത്തിലെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് നാരുകളാണ്. ഫെൽറ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ നാരുകൾ കമ്പിളിയാണ്. ചുളിവുകൾ നീക്കി ഉപരിതലത്തിന് തിളക്കം നൽകുന്ന പ്രക്രിയയെ പറയുന്നത് കലണ്ടറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ പൂക്കളും ഇലകളും എളുപ്പത്തിൽ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ എന്ന് പറയുന്നത് ലേസി ഡേസി. വക്കിന് ഭംഗിയും ഉറപ്പും ഒരുപോലെ ലഭിക്കുന്ന പ്രക്രിയയെ പറയുന്നത് പിക്കോട്ട് എഡ്ജ്. സാധാരണ തയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ ദ്വാരത്തിന് പറയുന്നത് എഗ് ഐ. വരകളിൽ കൂടി അടുപ്പിച്ച് പരത്തി തയ്ക്കുന്ന തയ്യലാണ് സാറ്റിൻ തയ്യൽ. പട്ട് തുടങ്ങിയവയിൽ ശുഭ്രീകരണം അല്ലെങ്കിൽ ബ്ലീച്ചിങ് നടത്താൻ ഉപയോഗിക്കുന്ന ലായനി ഹൈഡ്രജൻ പെറോക്സൈഡ്. പരന്ന ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് എംബോസിംഗ്. ഗാദറിംഗ് ചെയ്ത ശേഷം വസ്ത്രങ്ങൾ ചെയ്യുന്ന അലങ്കാരം ഏത്? സ്മോക്കിംഗ്. പ്രായപൂർത്തിയായ ഒരാളുടെ ഉയരത്തെ എത്രയായി ഭാഗിച്ചിരിക്കുന്നു? 8. കട്ടി കൂടിയ വസ്ത്രങ്ങൾ തയ്ക്കുമ്പോൾ മെഷീനിൽ ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ ഏത്? 18. കുട്ടികളുടെ ശരീരഘടനയ്ക്ക് പറയുന്ന പേരെന്ത്? ഇൻഫന്റ് ബോഡി. കുറേയധികം തുണി ഒരു ബാൻഡിൽ പിടിപ്പിക്കുവാൻ ഇടുന്ന ചുരുക്ക് ഏത്? പ്ലീറ്റ്സ്. സ്റ്റിലറ്റോ കൊണ്ട് കുത്തി ദ്വാരമുണ്ടാക്കി അതിനു ചുറ്റും തയ്ക്കുന്ന തയ്യൽ ഏതെന്ന് വെച്ചാൽ ബട്ടൺ ഹോൾ. നെഞ്ചിനു ചുറ്റും ടേപ്പ് ചുറ്റിപ്പിടിപ്പിച്ച് നെക്ക് പോയിന്റിൽ നിന്നും കീഴ്പോട്ട് ടേപ്പ് വരെയുള്ള അളവിനെ പറയുന്നത് ഡെപ്ത് ഓഫ് സൈ. അടുത്ത ക്വസ്റ്റ്യൻ, നിറ്റിംഗ് ചെയ്യുമ്പോൾ കണ്ണികൾ കുറയ്ക്കുന്നതിന് പറയുന്നത് ഡിക്രീസിങ്. അടുത്തത്, വസ്ത്രങ്ങൾക്ക് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാട്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഉടുപ്പിൻ്റെ കഴുത്തിൽ അതേ ആകൃതിയിലുള്ള മറ്റൊരു തുണി വെച്ച് ബലപ്പെടുത്തുന്നതിന് പറയുന്ന പേര് ഫേസിങ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.